നമ്മുടെ ഗുരു പഠിപ്പിച്ച നമുക്ക് നമ്മുടെ മന്ത്രോച്ചാരണങ്ങൾ ഇന്നലെ പഠിപ്പിച്ചില്ലേ, അത് നമുക്ക് പഠിക്കാം. നമുക്ക് ആരംഭിക്കാം. സ്വാമി എടുക്കുക, കൊടയുക, ഏകപാദേഹ, ദ്വിപാദേഹ, കേച്ചിട, കൈച്ചം. ഒന്നുകൂടെ എടുക്കുക, കൊടയുക, ഏകപാദേഹ, ദ്വിപാദേഹ, കേച്ചിട, കൈച്ചം. എന്ത് നല്ല മന്ത്രോച്ചാരണങ്ങൾ. ഇതാണ് മന്ത്രം. ഇത് മന്ത്രാണോ? പിന്നെ എടാപ്പാ ഇത് കണസോടാൻ പഠിപ്പിക്കാനാണ്. എടുക്കുക, കൊടയുക, ഏകപാദേഹ, ദ്വിപാദേഹ, കേച്ചിട, കൈച്ചം. അല്ലാണ്ട് ഇത് മന്ത്രം നേരത്തെ ഭ്രാന്താണ്. അങ്ങനെ പറയരുത്. മഹാപാവാണ്. മഹാപാവ അത് സ്വാമിയല്ല, അത് ഭ്രാന്തനാണ്. ഭ്രാന്തൻ. മഹാപാവ ഇവിടെ ഒറ്റക്കാലിൽ നിൽക്കാൻ ഇതെന്നാ പൊക്കാണോ? ശിഷ്യന്മാരെ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. ആഗ്രഹം പരിശോധിക്കാം. സുപ്രൻ സ്വാമികൾ, മതി അഹങ്കാരം വേണ്ട, താഴെന്നില്ലേ. ചാത്തൻ സ്വാമികൾ, വെരി ഗുഡ്. ചണ്ടാളൻ ചണ്ടാള ഗുരുവിനെ വന്നിക്കാൻ പഠിക്കുന്നു. എന്നിക്കരുത്. എല്ലാ കാര്യത്തിനും വിശന്നിട്ട് പാടില്ല, വല്ല തിന്നാൻ താഴ്ന്നു. നിനക്ക് എന്ന് വന്നാലും ഒടുക്കത്തെ വിശപ്പാണല്ലോ ചണ്ടാള. നീ വിശപ്പടക്കും. ഞാൻ പറയുന്ന മന്ത്രങ്ങൾ ഏൽപ്പിച്ചുണ്ടു. നിന്നെ സന്യാസിയാവട്ടെ. എനിക്ക് വിശക്കണം വന്ന് തിന്നാൻ താഴ്ന്നു. ശിഷ്യന്മാരെ, നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പഠിപ്പിച്ചു തന്ന പാഠഭാഗങ്ങളിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ഇപ്പൊ ചോദിച്ചോളാം. നാളെ ചോദിക്കരുത്, ഞാൻ ചെറിയ സംശയമുണ്ട്. ചോദിക്കൂ. ഈ സന്യാസി എന്ന് പറഞ്ഞാൽ സന്യാസി കഴിഞ്ഞ് വരുന്നതാണ് സന്യാസി. ഒരു സന്യാസി രൂപമാകണമെങ്കിൽ മുടിയും താടിയും എന്നെ പോലെ വളർത്തി. അതെ, ആ ഭ്രാന്തനെ പോലെ എങ്ങനെ വളർത്തി കണ്ടാളാ നിന്നെ ഞാൻ ശപിക്കും. എന്റെ സ്വഭാവം പറയാൻ പാടില്ല. ശിഷ്യന്മാരെ, ഇത് നമ്മൾ എല്ലാവരും ശാന്തി തേടുകയാണ്. ഞാനില്ലട്ടാ, എനിക്ക് വിശന്നിട്ടുമല്ല, ഞാനും വിളിക്കാൻ പറ്റില്ല. ഒടുക്കത്തെ വിശപ്പ് അവസാനിപ്പിക്കും. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. എന്താണ് ശാന്തി? ശിഷ്യന്മാരെ, നിങ്ങൾ രണ്ടുപേരും അല്പസമയം കണ്ണുകളും കാതുകളും അടയ്ക്കൂ. ചണ്ടാളിന് ഞാൻ കുറച്ച് ജ്ഞാനം പകരട്ടെ. പെണ്ടി, നിനക്കെന്നെ അറിയാൻ പാടില്ല. ഞാൻ മഹാജറ്റാണ്, മഹാജറ്റ. അന്നേരത്തോട്ടുള്ള പോക്കറ്റടിക്കാരെ സുപ്രന്ന് വെച്ച് എല്ലാവരും പറയും. എന്റെ അടുത്ത് അഭ്യാസം ഉറക്കാനില്ല. ചവിട്ടിക്കേറ്റ് ഞാൻ മുടി തടിയൊക്കെ എങ്ങനെയും ഒന്ന് ജീവിച്ചു കൊണ്ടാക്കുക. ഞാൻ പറയുന്നതനുസരിക്കാതെ എനിക്കെതിരെ എതിര് പറഞ്ഞ മൂക്കിയാൻ പറ്റില്ല. എന്റെ തനിസ്വഭാവം പൊട്ടടിപ്പിക്കുന്നുണ്ടോ? അങ്ങ് എന്താണ് ചണ്ടാളിന് കൊടുത്ത ആ ദിവ്യ പരിസരം? അസഭ്യവർഷായ വായി തോന്നിയായ മന്ത്രം എങ്ങനെയുണ്ടായിരുന്നു ചണ്ടാള? ചെവി കരിഞ്ഞു പോയി. സൂക്ഷിച്ചു കളിക്കുക. ശിഷ്യന്മാരെ, ഇന്ന് നമ്മളെല്ലാവരും യാത്രയ്ക്ക് പോകുന്നു. അയ്യേ, അത് പഴയ സിനിമയാണ്. നമുക്ക് ക്രോണിക് പാറ്റേൺ സിനിമ കാണാൻ പോകും. സിനിമയോ? എന്താണ് സിനിമ? അറിയാമല്ലേ? ഇവ മമ്മൂട്ടി, മോഹൻലാലും സുരേഷ് ഗോപി ഒക്കെ. ആരാണ് മമ്മൂട്ടി? ആരാണ് മോഹൻലാൽ? ആരാണ് സുരേഷ് ഗോപി? ഇതൊന്നും അറിയാൻ പാടില്ല. സിനിമ മേലിൽ എന്റെ ആശ്രമത്തിൽ ആരും സിനിമ എന്നൊരു വാക്ക് പോലും ഉച്ചരിക്കാൻ പാടില്ല. അതുകൊണ്ട് വാ മോനെ ദിനേശ. സുപ്രസ്വാമിയുടെ ചവിട്ട് കൊള്ളാം, മട്ടല് വെള്ളമായി. നേരെ വരും. ശിഷ്യന്മാരെ, നമ്മളെല്ലാവരും നടന്ന് യാത്ര ചെയ്ത് തളർന്നു വന്നിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടാവും. എല്ലാവരും 2 കല്ലെടുക്കും. ചണ്ടാമൊരു അടിപൊളി കല്ലെടുക്കും. എല്ലാവരും കല്ലുകളെടുത്തോ. ശിഷ്യന്മാരെ, നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾക്ക് വിശപ്പകറ്റുവാനുള്ള ഭക്ഷണമായി മാറട്ടെ. ചണ്ടാള, ഇനിയെങ്കിലും ഗുരു പറയുന്നത് അനുസരിക്കൂ. ഗുരുവിനെ ശ്രദ്ധിക്കൂ. എല്ലാവർക്കും ഭക്ഷണം കിട്ടിയല്ലോ. വലിയ കല്ലെടുത്തവന് വലിയ പൂവും, ചെറിയ കല്ലെടുത്തവന് ചെറിയ പൂവും. ശിഷ്യന്മാരെ, ഇത് നമ്മൾ സന്യാസിമാരുടെ തത്വം അനുസരിച്ച് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. ണ്ട് ശിഷ്യന്മാരെ, എന്തോ നമ്മുടെ ആലിന്റെ ചോട്ടിലുള്ള ബുക്കില്ലേ, അതിൽ എഴുതി വെച്ചിട്ടുള്ളത് പോലെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. നിങ്ങൾ എന്റെ കണ്ണിലേക്ക് ശ്രദ്ധിക്കൂ, എന്റെ വായിലേക്ക് ശ്രദ്ധിക്കൂ. ഉള്ളവൻ ഇല്ല, കണ്ട ഒന്നുമില്ല, ഒരു സാധനം പോലും ഇല്ല, പട്ടിണി. ഉള്ളവൻ
ഇങ്ങോട്ട് വന്നാ കുറെ നേരമായിരുന്നു. Come on, follow me. കിഡ്നി ചവിട്ടില്ല, കിഡ്നിക്ക് അന്യായതല്ലേ കേട്ടോ, മാറ്റി ചവിട്ടെ. ശിഷ്യന്മാരെ അധിക സമയം കളയണ്ട, എല്ലാവരും വീണ്ടും രണ്ട് കല്ലെടുത്തോ. ഒരു കമ്പ്യൂട്ടർ എല്ലാവരും കല്ലെടുത്തോ, ചണ്ടാണെടുത്തോ. ഇന്ന് ഞാൻ തിന്ന് ചാകൂടാൻ കുളിക്കാത്തവനെ. ശിഷ്യന്മാരെ ആരെ പറ്റി? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾ ഇവിടെ നിന്നും എത്താവുന്നത്ര ദൂരയിലേക്ക് വലിച്ചെറിയുക. ഭക്ഷണമാകൂല്ല. ഞാൻ പറയാണ്ട് ഭക്ഷണമാകൂല്ല. ഞാൻ പറഞ്ഞാലേ ഭക്ഷണമാകൂള്ളൂ. ഇങ്ങനെ കാണിച്ച ഭക്ഷണമാകൂല്ല. ശിഷ്യന്മാരെ നിങ്ങൾ എല്ലാവരും കല്ലുകൾ എറിഞ്ഞല്ലോ. നിങ്ങളുടെ കയ്യിലുള്ള കല്ലുകൾ നിങ്ങൾ ഇവിടെ നിന്നും എത്രയോ ദൂരം വലിച്ചെറിഞ്ഞുവോ അത്രയും സ്ഥലം നിങ്ങൾക്ക് മൂന്ന് പേർക്കും സ്വന്തമായി തീരട്ടെ. ഇനിയെങ്കിലും നീ എന്നെ അനുസരിക്കും, നിനക്ക് നേരാൻ ശാന്തി ഉണ്ടാകും. ശിഷ്യന്മാരെ നമുക്ക് സമയം കളയാനില്ല, യാത്ര തുടരാം. Come on, follow me. ഒരു മറ്റേ ഏത് പോലീസുകാരനും പറ്റും. പോലീസിന്റെ വിഷമം മനസ്സിലായില്ലേ? കംപ്ലീറ്റ് പോയിട്ട് തുടങ്ങിയില്ലേ? അതാണ് ഗുരുവിനോട് കളിച്ചാലുള്ള ശിക്ഷ. ശിഷ്യന്മാരെ നീ എല്ലാവരും വീട്ടിൽ രണ്ട് കല്ലെടുക്കൂ. ഒരു അടിപൊളി കൊട്ടാരം ഞാൻ വേണ്ട എന്നറിയാം. എല്ലാവരും കല്ലെടുത്തോ? എല്ലാവരും കല്ലുകളെടുത്തല്ലോ. ഇത് തിന്നാൻ, ഇത് സ്ഥലത്തിന്. താൻ ഈ തവണ ആരെ പറ്റിക്കുന്നു നോക്കട്ടെ. ശിഷ്യന്മാരെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇനി നമ്മളുടെ യാത്ര തുടരേണ്ടത് വളരെ ദുർഘടം പിടിച്ച ഒരു പാതയിലൂടെയാണ്. ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കാലുകളിൽ കല്ലുകളും കുപ്പിച്ചില്ലുകളും കാലുമുള്ളുകളും കൊണ്ട് ചോര വരും. അപ്പൊ ഒരുപാട് തിന്നാം. അതുകൊണ്ട് നമ്മുടെ പാദങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾക്കുള്ള പാദരക്ഷകളായി മാറട്ടെ. എല്ലാവർക്കും കിട്ടിയോ? സുബ്രൻ സ്വാമിക്ക് അനുസരിക്കുന്നത് ബാറ്റ കമ്പനിക്കാരുടെ 399 രൂപ 90 പൈസ അടിപൊളി ഷൂമാണ്. ഓക്കെ. ചാത്തൻ സ്വാമിക്ക് അനുസരിക്കുന്നത് ആക്ഷൻ കമ്പനിക്കാരുടെ നല്ല അടിപൊളി 2 ഷൂസ് ആണ്. സന്തോഷമായില്ലേ? ചണ്ടാലിന് കിട്ടിയോ? കാണിക്കൂ. ചണ്ടാള ഇവർക്ക് കിട്ടിയത് കാണിച്ചില്ലേ? നീ കാണിക്കൂ. എടാ ഞാനോ അങ്ങോട്ട് പറ്റരുത്, കാണിക്കടാ.